ഹായ്, ഞാൻ പുതിയൊരു മേക്കപ്പ് ബാഗ് മേടിച്ചു. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ആ ബാഗ്. കണ്ടോ? ഇത് ട്രോളി ബാഗാണ്. അടിപൊളി ബാഗാണ്. നമുക്ക് പഴയ ബാഗിൽ നിന്ന് എല്ലാ പ്രൊഡക്റ്റും ഇതിലോട്ട് മാറ്റാം. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം ഈ ബാഗിനെ പറ്റി ഞാൻ ഒന്ന് പറയട്ടെ. നോക്കി, ഇത് കണ്ടോ? ഇതാണ് അതിൻ്റെ ഹാൻഡിൽ വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ നെയിമൊക്കെ എഴുതാൻ വേണ്ടി ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബാഗിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഡ്രോ ഉണ്ട്. പിന്നെ വരുന്നത് വലിയൊരു ഓപ്പണിങ്. ഒരു മിനിറ്റ്, ഇച്ചിരി പാടാണ്. നമുക്ക് ഇവിടെ നമുക്ക് ലാഷ്, ലെൻസ്, ബ്ലെൻഡർ, നമ്മുടെ മിക്സിംഗ് പാലറ്റ്, സ്പാച്ചില എന്നുള്ള സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റോകളാണ് ഇത്. പിന്നെ വരുന്നത് ഇതിനകത്ത് കണ്ട ചെറിയ ചെറിയ സ്മോൾ ബാഗുകളുണ്ട്. നമുക്ക് അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. കണ്ടോ? നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വിസിബിൾ ആവാൻ വേണ്ടിയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു പ്ലാസ്റ്റിക് കവറിങ് ആണ് ഏറ്റവും ടോപ്പിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ സ്മോള് ഒരു 3 അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു സൈസാണ് 3. അങ്ങനെ ആണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അടിപൊളി ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മേടിച്ചത് മാഗ്നിഡിന്നാണ്, നമ്മുടെ എറണാകുളം മാഗ്നിഡിന്നാണ് മേടിച്ചത്. നമുക്ക് ദൂരത്തോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടുപോകാനും. പിന്നെ പഴയ ബാഗ് നിങ്ങളൊന്ന് കണ്ടു. ഇതാണ് എൻ്റെ പഴയ ബോക്സ്. ഇത് ഭയങ്കര വെയിറ്റാണ്. ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ഇച്ചിരി പാടാണ്. അതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ ഈസിയാണ്. കുറച്ചും കൂടെ അല്ല, നല്ല ഈസിയാണ്. കുറച്ചും കൂടെ നമുക്ക് വെയിറ്റ് ഒക്കെ കുറവാണ്. കുറച്ച് ഭയങ്കര കംഫർട്ടായിട്ട് കൊണ്ടുനടക്കാം കേട്ടോ. അപ്പോൾ പഴയ മേക്കപ്പ് ബോക്സിൽ നിന്ന് പുതിയ മേക്കപ്പ് ബോക്സിലോട്ട് പ്രൊഡക്റ്റ് മാറ്റുന്നത് കണ്ടാലോ. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ മേക്കപ്പ് ബോക്സ്. ഇതിൻ്റെ കൂടെ കുറേ വർഷങ്ങളുണ്ടായിരുന്ന ഒരു ബോക്സാണ്. പക്ഷേ കുറേ പ്രൊഡക്റ്റുകളുടെ അപ്ഡേഷനൊക്കെ നടത്തിയതുകൊണ്ട് ഇതിനകത്ത് ഒട്ടും സ്പേസ് ഇല്ലാതെയായി. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. എൻ്റെ മുഴുവൻ ഫില്ലായിട്ട് നമുക്ക് ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ. അപ്പോഴാണ് പുതിയൊരു മേക്കപ്പ് ബോക്സ് മേടിച്ചാലോ അല്ലെ ബാഗ് മേടിച്ചാലോ എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ പ്രൊഡക്റ്റായിട്ട് ഞാൻ പുതിയ ബാഗിലോട്ട് മാറ്റുന്നത് കാണാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ വലിയ ബാഗിലോട്ട് നമുക്ക് ഫൗണ്ടേഷൻസ് എടുത്തു വെക്കാമേ. ഓക്കെ, അതായത് ഷാർലറ്റ് ടിൽബറിയുടെ ഫൗണ്ടേഷൻ, പിന്നെ എസ്റ്റി ലൂതറിൻ്റെ നാഴ്സിൻ്റെ ഫൗണ്ടേഷൻ, പിന്നെ PSCയുടെ ഫൗണ്ടേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കൺസീലർ പാലറ്റും കൂടെ വെച്ചേക്കാം. കാരണം നമുക്ക് അത് രണ്ടും അടുത്തടുത്ത് വരുന്ന സ്റ്റെപ്പുകളാലോ. മാക്കിൻ്റെ കൺസീലർ പാലറ്റ്, പിന്നെ നമ്മുടെ LA ഗേളിൻ്റെ കൺസീലർ, പിന്നെ ഹൈലൈറ്റിംഗ് കൺസീലറാണ് നമ്മുടെ ടാർട്ടിൻ്റെ 3 ഷെയ്ഡ് കൺസീലർ. സെയിം തന്നെ നെക്സ്റ്റ് മെബലേൻ്റെ കൺസീലർ ഉണ്ട്, ഹൈലൈറ്റിംഗ് കൺസീലർ. ഓക്കെ, ഇതെല്ലാം കൂടെ ഞാൻ ഈ ബോക്സിനകത്തോട്ടാക്കി ക്ലോസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റായിട്ട് പുതിയ മേക്കപ്പ് ബോക്സിലോട്ട് വെക്കുവാണ്. നെക്സ്റ്റ് ബോക്സിലോട്ട് നമുക്ക് നമ്മുടെ സെറ്റിംഗ് സ്പ്രേസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആയി കിടക്കുമല്ലോ. ഓക്കെ, മാക്കിൻ്റെ ഫിക്സ് പ്ലസ് പ്രൈമ്, പിന്നെ വരുന്നത് ഷാർലറ്റ് ടിൽബറിയുടെ സെറ്റിംഗ് സ്പ്രേ, ഡിആൽബയുടെ സിറം, പിന്നെ ഒരു ടോണറാണ് PSCയുടെ, സെയിം തന്നെ PSCയുടെ സെറ്റിംഗ് സ്പ്രേ, പിന്നെ ലോറിയലിൻ്റെ സെയിം യൂറോപ്പ് ഗേളിൻ്റെ ഒരു ജിഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ. ഓക്കെ, സെറ്റിംഗ് സ്പ്രേ വെച്ചപ്പോൾ തന്നെ ഈ ബാഗ് മുഴുവൻ ഫില്ലായി. ഓക്കെ, ഇതും ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, സെയിം ബോക്സിലോട്ട് മാറ്റി. നെക്സ്റ്റ് നമുക്ക് ഈ ബോക്സിൽ എന്ത് വെക്കാം? ഐ ഷാഡോ പാലറ്റ്. ഓക്കെ,
പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഡെർമയുടെ ഒരു ബോക്സ് ഉണ്ട്, സെയിം ഇത് അതിനകത്തോട്ട് വെച്ചു. നെക്സ്റ്റ് റവല്യൂഷൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. പിന്നെ ഹുദാ ബ്യൂട്ടിയുടെ നോട്ടി എന്നും പറഞ്ഞിട്ടുള്ള പാലറ്റ് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ പാലറ്റിൽ നിന്നുള്ള കളർ ഷെയ്ഡുകളാണ്. സെയിം അതും വെച്ചു. ഓക്കെ, പിന്നെ നമുക്ക് ഓക്കെ ഇത്രേ ഉള്ളൂ. ഇതും ക്ലോസ് ചെയ്യും. ഇനി നമുക്ക് വരുന്നത് അതിൻ്റെ തൊട്ട് ചെറിയ ബോക്സാണ്. ഇതിലോട്ട് നമുക്ക് എന്താ ഹൈലൈറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, സിപ്പ് ഒരു പണിയാണ്. ഓക്കെ, ഹൈലൈറ്റർ PSCയുടെ ഒരു ഹൈലൈറ്റർ ഉണ്ട്. പിന്നെ സെയിം തന്നെ ഫെയറിൻ്റെ ഒരു ഹൈലൈറ്റർ. പിന്നെ നമ്മുടെ ഗുജി. ഓക്കെ അത്രേ ഉള്ളൂ. ഹൈലൈറ്റർ വെക്കുന്ന ഈ ബോക്സിൽ തന്നെ നമുക്ക് ബ്ലഷും കൂടെ വെക്കാം, കാരണം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പം നോക്കി, റെയർ ബ്യൂട്ടിയുടെ ബ്ലഷാണ്, 2 ഷെയ്ഡാണ് ഉള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ബ്ലഷും കൂടെ ഉണ്ട്, PSCയുടെ ഈ ബ്ലഷ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്ലഷാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 1-2 കാര്യം കൂടെ ആഡ് ചെയ്യുവാണ്. എൻ്റെ കയ്യിലുള്ള ഒരു ബ്യൂട്ടി സെറമാണ്. പിന്നെ PSCയുടെ ഗ്രിപ്പ് പ്രൈമർ, ഇതും ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുക, കാരണം ഇച്ചിരി സ്പേസ് ഉണ്ട് ഈ ബോക്സിൽ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തേക്കുവാണ് ഇതിൻ്റെ കൂടെ. ഓക്കെ, സെറ്റ്. അതും ക്ലോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, നമുക്ക് ഈ ബോക്സിലോട്ട് നമുക്ക് ഐയുടെ മസ്കാര, സെയിം നെക്സ്റ്റ് മസ്കാര, ഐ ലൈൻ പെൻസില്, ടു ഫേസിൻ്റെ കാജല്, പിന്നെ ഗ്ലിറ്ററിങ്, നമ്മുടെ ലാഷ് ഗ്ലൂവ്, ജെൽ ലൈനറ്, സെയിം ഗ്ലിറ്ററിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഐക്ക് വേണ്ടി വരുന്നത്. ഇതും നമ്മൾ ക്ലോസ് ചെയ്ത് അകത്തോട്ട് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ലിപ്സ്റ്റിക് ഫില്ല് ചെയ്യാം. ലിപ് ലൈനേഴ്സ് കുറച്ചുണ്ട്, സെയിം അത് ഇതിലോട്ട് ഇട്ടേക്കാണ്. പിന്നെ ലിപ്സ്റ്റിക്കുകൾ ഹുദാ ബ്യൂട്ടി, മെബെലിൻ, സഫോറ, സെയിം കുറേ. ഇപ്പം മെബെലിൻ്റെ ആണെങ്കിലും 2-3 ഷെയ്ഡുകൾ വെച്ചൊക്കെയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ലിപ് ഗ്ലോസ്, അതുപോലെ തന്നെ സഫോറയുടെ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇതൊക്കെ നല്ല അടിപൊളി ഷെയ്ഡുകളാണ്. ഓക്കെ, അതും ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, 1-2 കാര്യങ്ങൾ വിട്ടുപോയി. നമ്മുടെ പ്രൈമർ ഇവിടെ ഇരിപ്പുണ്ട്, അതുപോലെ നമ്മുടെ സെറ്റിംഗ് പൗഡർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ലോറ മേഴ്സിയുടെ. ഇതൊക്കെ നമുക്ക് ഫൗണ്ടേഷൻ്റെ ആ ബോക്സിലോട്ട് നമുക്കെടുത്ത് വെക്കാമേ. ഒരു മിനിറ്റ്. ഓക്കെ, നമ്മുടെ കൺസീലർ ഒക്കെ വെച്ചേക്കുന്ന, ഫൗണ്ടേഷനും കൺസീലറൊക്കെ വെച്ചേക്കുന്ന ആ ബോക്സിലോട്ട് തന്നെ നമ്മുടെ പ്രൈമറൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, സെയിം നമ്മുടെ സ്മാഷ് ബോക്സിൻ്റെ പ്രൈമർ, അടിപൊളി പ്രൈമറാട്ടോ സ്മാഷ് ബോക്സിൻ്റെ പ്രൈമർ. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു പ്രൈമറാണ് PSCയുടെ 04 എന്ന് പറഞ്ഞ പ്രൈമർ, അതും അടിപൊളിയാണ്. അതുപോലെ തന്നെ സെറ്റിംഗ് പൗഡർ, ലോറ മേഴ്സിയുടെ സെറ്റിംഗ് പൗഡർ സൂപ്പറാണ്, അതും ഇതിനകത്തോട്ട് വെച്ച്. നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, അത് ക്ലോസ് ചെയ്തു. പിന്നെ എനിക്ക് 2 മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു, അത് എവിടെയാണ് കണ്ടില്ലല്ലോ, ഒന്ന് നോക്കട്ടെ. ഓക്കെ, മോയ്സ്ചറൈസർ കിട്ടി. എംബ്രോൾസിയുടെ നിങ്ങൾക്കെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും, അടിപൊളി മോയ്സ്ചറൈസറാണ്. പിന്നെയുള്ളത് PSCയുടെ അക്വാ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ. സെയിം ഇതും ഞാൻ നമ്മുടെ ഫൗണ്ടേഷൻ ബോക്സിലോട്ട് ഫില്ല് ചെയ്യുവാണ്. ഓക്കെ, ആ ബോക്സ് നിറഞ്ഞു. ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം എന്നറിയും. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ ഇതൊക്കെ ഒരു ഐബ്രോ പാലറ്റും പിന്നെ ഒരു കേക്ക് ലൈനറും ഉണ്ട്. ഇത് ഐയുടെ ബോക്സിലോട്ടും കൂടെ നമുക്ക് വെച്ചേക്കാം.
ഓക്കെ ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഞാൻ കവർ ചെയ്തു. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ലെൻസ്, പിന്നെ ലാഷ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, പൊട്ട്, ബിന്ദി. അപ്പോൾ അതൊക്കെ നമുക്ക്, അതായത് ബാഗിൻ്റെ ഈ ഓപ്പൺ ചെയ്യുന്ന ഈ ഭാഗത്തോട്ട് നമുക്ക് ഫില്ല് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഏരിയയിലോട്ടാണ് വെക്കുന്നത് നമ്മൾ. ഓക്കെ, ഫസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ലാഷ് ഒരു 3-4 ലാഷ് ഉണ്ട്. അത് ഞാൻ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യുവാണ്. ഇതെല്ലാം കൂടെ കയറി ഇരിക്കുന്നു. സക്സസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് നമ്മുടെ ലെൻസ്, പിന്നെ ഡിസ്പോസിബിൾ മസ്കാര, ബ്രഷ്, ബഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിം അതിനകത്തോട്ട് വെച്ചു. അതും ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ബിന്ദിയുണ്ട്, പല കളറ് ഒക്കെ ഉള്ളത്. അത് ഞാൻ ഇതിനകത്തോട്ട് ചെയ്യട്ടെ. ഓക്കെ, അത് വെച്ചു. ഇനി എന്താണ്, എനിക്ക് പൗഡർ പഫ്, ഓക്കെ, അതും കൂടെ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യുവാണ്. ഓക്കെ, ഇതിൽ ഓൾറെഡി ഞാനുണ്ടല്ലോ നമ്മുടെ മിക്സിംഗ് പാലറ്റും പ്ലസ് സ്പാച്ചുലയും ഞാൻ ഇതിനകത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നേ. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മുടെ ചെറിയ ബ്ലെൻഡർ, ഓക്കെ, സ്മോൾ ബ്ലെൻഡറും കൂടെ അതിനകത്തോട്ട് ലൂപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ചു. പിന്നെ വെക്കാനുള്ളത് നമ്മുടെ ക്ലെൻസിങ് വാട്ടർ, അതായത് മിസലറിൻ്റെ ക്ലെൻസിങ് വാട്ടറാണ്. അതും ഞാൻ ഈ സൈഡിലോട്ട് മിക്സ് ചെയ്യുവാണ്. പ്ലസ് ബഡ്സ്, മേക്കപ്പ് ബ്രഷ്. അതിൻ്റെ കോലം കണ്ട് കുറേ വർഷങ്ങളായി യൂസ് ചെയ്യുന്നു. 1-2 ബ്രഷൊക്കെ ഇടയ്ക്ക് ഞാൻ അതിനകത്തൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. PSCD ആണ് വരുന്നത് മേക്കപ്പ് ബ്രഷ്. അതും ഞാൻ ഈ ബോട്ടിൽ കറക്റ്റ് ഫിറ്റ് എല്ലാം. ഓക്കെ, അപ്പം നോക്കി പുതിയ ബാഗിലോട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര കംഫർട്ടാണ്, പിന്നെ കാണുമ്പോൾ തന്നെ ഒരു ലുക്കല്ലേ. യെസ്, ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇനി എനിക്ക് എൻ്റെ പേരൊക്കെ ഇവിടെ എഴുതി അത് ഫില്ല് ചെയ്യണം. അതിനുശേഷം ഇതുണ്ടോ, ഇവിടെ ഒരു പ്രസ്സിങ് ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്യുക, മുകളിലോട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ മാഗ്നറ്റിൽ ചെന്നാൽ മതി കേട്ടോ. വേറെയും വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാമേ. ബൈ.